എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു 13 വയസ്സുകാരിയാണ്. നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത ചാനലുകൾ വന്നത്. വ്ലോഗ് വിത്ത് ബിന്ദു നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ലോകത്തിൻ്റെ പോക്കും കാലത്തിൻ്റെ പോക്കും എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല. 13 വയസ്സെന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ബാല്യം ആണ്. ആ കുട്ടി കളിച്ച് നടക്കേണ്ട പ്രായമാണ്. മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ജീവിക്കേണ്ട ഒരു പ്രായമാണ്. ശരിയാണ്, കുട്ടിയുടെ അമ്മ പുറത്താണെന്ന് പറയുന്നു. ഈ ക്രൈമിന് പ്ലാനിങ് ചെയ്ത കുട്ടിയുടെ അമ്മ പുറത്താണെന്ന് പറയുന്നു. ഗൾഫ് രാജ്യത്ത് അച്ഛൻ ഇല്ല, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ് ആ കുട്ടി ജീവിക്കുന്നത്. എല്ലാം ശരിയായിരിക്കും, പക്ഷെ ആ കുട്ടിയുടെ മൈൻഡ് വേറെ രീതിക്കാണ് പോയത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ വലിയ ആൾക്കാരും വലിയ വലിയ കൊട്ടേഷൻ ടീമുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കൊച്ചുകുട്ടി പ്ലാൻ ചെയ്ത് അതിൻ്റെ കാമുകനും അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഈ ഒരു ക്രൈം ചെയ്തത്. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിക്ക് പിറ്റേ ദിവസം രാവിലെ വരുന്നു, അപ്പൂപ്പനെ നോക്കുന്നു, കാണുന്നില്ല. പിന്നെ ആൾക്കാരോട് പറയുന്നു കഥ കടച്ച് കിടക്കുന്നത്. എന്തൊക്കെ രീതിക്ക് ആ കുട്ടിയുടെ ബുദ്ധി പോയിരിക്കുമെന്ന് ആലോചിക്കുക. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? കൊച്ചു കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ശിക്ഷയില്ല. വലിയവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ശിക്ഷകളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല. അതൊരു മെയിൻ കാരണമാണ് കുട്ടികളുടെ മനസ്സിലേക്ക് അത് വരുന്നത്. കാരണം ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, അപ്പം നമ്മുടെ ഇഷ്ടമില്ലാത്തവരോടും നമ്മളോട് വൈരാഗ്യമുള്ളവരോടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കാലോ എന്ന് കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നു. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അടിക്കുന്നു, അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കുട്ടിക്ക് മറ്റേ കുട്ടിയോട് ഇഷ്ടമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്കൂളിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരെ വടി കൊണ്ടടിക്കുക. എന്തൊക്കെയാണ് ചെയ്തു വെക്കുക ഈ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് അവർ ചെയ്തു വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ അവർക്കൊരു പണിഷ്മെൻറ്റ് കിട്ടുന്നില്ല. ശരിക്കും ഒരു പണിഷ്മെൻറ്റ് അവർക്ക് കിട്ടിയാൽ മാത്രമേ ഇത് അടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരാൾ, ഇപ്പോൾ ഒരാളെ കൊല്ലണം, ഒരു വലിയ മനുഷ്യനല്ല, ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യർക്ക് ഒരാളെ കൊല്ലണം. അയാളെന്ത് ചെയ്യും? ഒരു കുട്ടിയെ പ്ലാൻ ചെയ്തിട്ട്, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ പ്ലാൻ ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്ത് പറയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ കുട്ടി ചിലപ്പോൾ ഒരു പക്ഷേ പ്ലാനിങ് ചെയ്ത് അത് മർഡറിലേക്ക് തന്നെ എത്തിക്കും. ഇപ്പോൾ തഴ കണ്ടില്ലേ, 13 വയസ്സുകാരി ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി അവളുടെ ബോയ് ഫ്രണ്ടും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സ്വന്തം അപ്പൂപ്പനെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നത്. അപ്പം ഇതേപോലെ കൊല്ലാൻ ഇനി നാളെ ഭാവിയിലേക്ക് ചെയ്തുകൂടായികയില്ലല്ലോ. ഈ കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. ഏറ്റവും നല്ല ശിക്ഷ കുട്ടികളാണെന്ന് നോക്കാതെ, പ്രായപൂർത്തിയായ കുട്ടികളാണെന്ന് നോക്കാതെ, പ്രായപൂർത്തി ആകാത്ത കുട്ടികളാണെന്ന് നോക്കാതെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദൈവത്തെ ഓർത്ത് നമ്മുടെ നിയമത്തിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ മക്കളെല്ലാം ഏത് വഴിയാണ് പോകുന്നതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അവരുടെ മനസ്സിലേക്ക് എന്താ വരുന്നതെന്ന് നമുക്കറിയില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷമാണ് ചിലപ്പോൾ പാരൻസ് തന്നെ അറിയുന്നത്. വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ കുറ്റങ്ങളാണ് എല്ലാവരും പറയുള്ളൂ. പക്ഷേ നല്ല രീതിക്കായിരിക്കും വീട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവരുടെ മൈൻഡിലേക്ക് എന്താണ് വരുന്നത്? മാധ്യമങ്ങൾ, ഇപ്പോൾ ഫോണാണല്ലോ, എല്ലാവർക്കും ഫോണാണ്. പിന്നെ സിനിമകൾ കുറേ മോട്ടിവേഷനാണ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നി ഞങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒന്നും പിടിക്കില്ല എന്ന്. ഈ കുട്ടിയുടെ ബുദ്ധി കുറച്ച് ഭയങ്കരമായിപ്പോൾ ഈ പെൺകുട്ടിയുടെ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരോടും ഒരു അപേക്ഷയാണ്, നമ്മുടെ നിയമപാലകരോടും നമ്മുടെ നിയമത്തിനോടും എല്ലാവരോടും. നമ്മുടെ നിയമം കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതൊരു അപേക്ഷയാണ്, വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത് അവരുടെ ഇങ്ങനെ വേറൊരു വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. അവരെ ഒരു പഴയ രീതിക്ക്, പണ്ടത്തെ കാലത്തെയൊക്കെ ആൾക്കാർ ജീവിച്ച പോലെ ആ ഒരു സ്നേഹമൊന്നും ഇക്കാലത്തില്ല. ഒരു മനുഷ്യനോട് സ്നേഹമില്ല. അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ കാലം തന്നെ മാറിപ്പോയി. വല്ലാത്തൊരു മാറ്റമായിപ്പോയി ഈ കാലം. ആർക്കും ആരോടും സ്നേഹമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത ജീവിക്കുക, ഉള്ളവരുള്ളവരായിട്ട് ജീവിക്കുക, അതൊക്കെ തന്നെയാണ്. പരസ്പരം ഒരു മനുഷ്യത്വം ഇല്ല. പണ്ടിപ്പോൾ ഈ വീട്ടിലൊരു കറി ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്താണെങ്കിൽ അവർ കഴിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ വീട്ടിലൊരു മീൻ വെച്ച് അപ്പുറത്തുനിന്ന് സാമ്പാറാണെങ്കിൽ സാമ്പാർ ഇങ്ങോട്ട് കൊണ്ടുവരും, മീൻ അപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആർക്കും ആരോടും ഒരു ഇഷ്ടമില്ല, ഒരു സ്നേഹവും ഇല്ല, ഒരു ബഹുമാനവും ഇല്ല. ഒരാൾ വീട് കടന്നാൽ പോലും തിരിഞ്ഞു നോക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനും
എനിക്കൊരു അപേക്ഷയുള്ളൂ, എനിക്ക് പറയാനൊരു കാര്യമുള്ളൂ, എല്ലാവരോടും ഒരു അപേക്ഷയുള്ളൂ, നമ്മുടെ നിയമത്തോടും നിയമപാലകരോടും എല്ലാവരോടും. പ്രായപൂർത്തിയാക്കാത്ത മക്കളാണെന്ന് വെച്ചിട്ട് അവരെ വെറുതെ വിടല്ലേ. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം, ആരാണെങ്കിലും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നന്ദി. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ എത്താം. താങ്ക് യു.